ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. KCBC മധ്യവിരുദ്ധ സമിതി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ സമിതി സംഘടിപ്പിക്കുന്ന ഫൊറോന തല സംഗമങ്ങൾക്ക് ആരംഭം കുറിച്ചു. അങ്കമാലി ഫൊറോന സംഗമം സെയിന്റ് ജോർജ് ബസിലിക്ക അങ്കണത്തിൽ റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഉദ്ഘാടനം ചെയ്തു. സമിതി അതിരൂപത പ്രസിഡന്റ് KA പൗലോസ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ അർപ്പിത CSN മുഖ്യപ്രഭാഷണം നടത്തി. പുരുഷന്മാര് മാത്രമാണ് മദ്യത്തിന് അടിമ, മയക്കുമരുന്നിനൊക്കെ അടിമ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സമൂഹം വളരെ ഫാസ്റ്റായിട്ട് ഒരു തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഈ ഒരു പ്രവർത്തനം ആനുകാലികമായിട്ട് മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ ഞാൻ 23 വയസ്സായ ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, LLBക്ക് പഠിക്കുകയാണ്. ഈ പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇവള് വിറക്കാണ്. എന്തിനാ വിറക്കണേ? പഠിക്കുന്ന ഹോസ്റ്റലിൽ PG ബ്ലോക്കിലാണ് നിൽക്കുന്നത്. രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോകും. ആരുടെ കൂടെ? ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നു. പബ്ബില് പോണത്. അവിടെ എന്താ? മദ്യം, കളി, എല്ലാ കാര്യങ്ങളും, മയക്കുമരുന്ന് എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ആദ്യം നമ്മൾ 60 ദിവസത്തെ ട്രീറ്റ്മെന്റിന് വിട്ടു. 60 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടില്ല. ആ ട്രീറ്റ്മെന്റ് അത് കൈയും കാലൊക്കെ വിറയ്ക്കണതാണ്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു ക്രിസ്തീയ പെൺകുട്ടി. 3 പെൺമക്കളാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളത്. പക്ഷെ ഈ 3 പെൺമക്കളില് 3 പേരും മദ്യം, മയക്കുമരുന്ന് ഇതിനടിമപ്പെട്ടു പോയേക്കാണ്. ഒരാള് ആയുർവേദ ഡോക്ടർ, ഒരാള് അഡ്വക്കേറ്റ്, ഒരാള് എഞ്ചിനീയറിംഗ്. 3 ഫീൽഡില് വിദ്യാഭ്യാസം ഇല്ലായ്മയല്ല പ്രശ്നം. അച്ഛനും അമ്മയും നല്ല ബിസിനസ് ലെവലില് നല്ല ഉന്നത തലത്തിൽ നിൽക്കുന്നു. ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കുറെ നാള് കൗൺസിലിംഗ് ചെയ്ത് ഇപ്പൊ ഒരുവിധം ലെവലിലേക്ക് അത് മാറ്റി. വീട്ടുകാര്, പാരന്റ്സ് ആണെങ്കിൽ എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ 23-20 വയസ്സായപ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പെട്ടുപോയത്. അതുവരെ പ്രാർത്ഥിച്ചൊക്കെ നടന്നിരുന്ന, എല്ലാവരുടെ മുമ്പിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ഈ മക്കളിൽ വന്ന മാറ്റമാണിത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ വീട്ടിലെ ആരാണ് നിന്റെ തുണിയൊക്കെ അലക്കണത്? വാഷിംഗ് മെഷീൻ. ആരാ വീട്ടിൽ അടിച്ചു വരുന്നത്? വേലക്കാരി. വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കും കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായില്ല. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് കുടുംബം നന്നായി, സമൂഹം നന്നായി, സമൂഹം നന്നായി, സ്റ്റേറ്റ് നന്നായി, നാഷൻ നന്നായി നോക്കും. നമ്മുടെ കുടുംബത്തിലെ പരിശീലനം തുടങ്ങി നമുക്ക് മാറ്റം വരുത്തേണ്ട ഒരു സമയമായി. അപ്പൊ ഈ കുട്ടി പറയുന്നത് പബ്ബിൽ പോണം, എനിക്ക് പബ്ബിൽ പോണം. 60 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും പറയണത് അവർക്ക് അതിനുള്ള ഫ്രീഡം വേണം, എനിക്ക് ഫ്രീഡം വേണം. ഞാനപ്പോ പറയാം, കുട്ടിക്ക് യാതൊരു എന്താ തെറ്റ്? എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ നമ്മുടെ ജനറേഷനെ കൊണ്ടിരിക്കുന്നവർക്ക് നമുക്കൊന്നും മനസ്സിലാവണില്ല. അവർക്കാണ് ഇതൊക്കെ ശരിയാണ്, സമൂഹത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിനെയാണ് നമ്മള് ഒരു വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങണം, ശാരീരികമായിട്ട് നമ്മൾ ഒരുങ്ങണം. ഈ തിന്മ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്മയായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സുകാരനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ, അവന്റെ പപ്പ ക്രിസ്ത്യൻ തന്നെയാണ്. 38 വയസ്സിൽ മദ്യപാനം കഴിഞ്ഞ് മരിച്ചു. 8ാം ക്ലാസ്സുകാരൻ ഇപ്പോ മദ്യത്തിന് അടിമയാണ്. നമ്മുടെ ചുറ്റും അങ്കമാലി പ്രദേശത്തുള്ളതൊക്കെ ഞാൻ പറയണത്. KCBC മധ്യവിരുദ്ധ സമിതി അതിരൂപത ട്രഷറർ ജോസ് പടിയാട്ടിൽ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ ഷൈബി പാപ്പച്ചൻ, ജോർജ് ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു. ചെറിയൻ മുണ്ടാടൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.